ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജേജോ ജോൺസൺ. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മൾ ഒരുപാട് കേട്ടും പലരുമായി ഡിസ്കഷൻ ചെയ്തും പലവിധ മാധ്യമങ്ങൾ കൂടെ നമ്മൾ അറിഞ്ഞതും ഒരു സുപ്രധാനമായ ഒരു സബ്ജക്റ്റാണ് കോൺഫിഡൻറ്റ്. നിങ്ങൾക്ക് പലർക്കും അറിയാം ഇത് എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണെന്നുള്ള കാര്യം. കാരണം ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലായാലും ഈ ഒരു വാക്കിന്, ഈ ഒരു സബ്ജക്റ്റിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ വന്നത്. ഓക്കെ, നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം, അധികം ദീർഘിപ്പിക്കാതെ. ആദ്യമായി ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ ഈ ചാനലിലെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോൺഫിഡൻറ്റ് ഒരു മനുഷ്യനെ ആ മനുഷ്യൻ്റെ പല അവസ്ഥാന്തരങ്ങളിൽ കൂടി കൊണ്ടുപോകാൻ സാധ്യമായ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തുവെന്ന് വെച്ചാൽ, നമ്മൾ പല ആൾക്കാരുമായി പല വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പല സമയങ്ങളിലും നമ്മൾ പല വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നീ ഇപ്പോഴും ഈ അവസ്ഥയിൽ, അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പറ്റി നിനക്ക്? അങ്ങനെ ഒരുപാട് നൂറുകൂട്ടം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചോദിക്കാൻ ധൈര്യമില്ലാത്ത സമയത്ത് ചിന്തിച്ചു പോകാറുമുണ്ട്. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിലുള്ള ഒരു വലിയ ഒരു കാരണമാണ് കോൺഫിഡൻസ് എന്ന ഘടകം. കോൺഫിഡൻറ്റ് നമ്മൾ കറക്റ്റായ രീതിയിൽ അതിനെ നോക്കിക്കണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അതിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് ഒരാളോട് കാര്യം ചോദിക്കാൻ, അല്ലെങ്കിൽ ഒരാളടുത്ത് ഒരു കാര്യം പറയാൻ ഒരു കോൺഫിഡൻറ്റ് ലെവല് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിന് സ്കിപ്പ് ചെയ്യാനും, അല്ലെങ്കിൽ അത് മാറ്റിവെക്കാനും, അല്ലെങ്കിൽ അതിപ്പോൾ വേണ്ട പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ സമയം ഇപ്പോൾ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം കാരണങ്ങൾ കണ്ടെത്തി അതിൽ നിന്നും മാറി നടക്കും. അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അവിടെ സംഭവിക്കുന്നത് പല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുന്നു. രണ്ട്, നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ പോകുന്ന വ്യക്തിക്ക് നമ്മളുമായുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ സംഭവിക്കുന്നു. ഈ നമ്മൾ ചോദിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ചോദ്യം കേൾക്കുന്ന വ്യക്തി ഒരുപക്ഷെ ആളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ ഇടയായ ഒരു അവസരം നമ്മൾ കോൺഫിഡൻറ്റ് കുറവ് മൂലമോ കോൺഫിഡൻറ്റ് അവജ്ഞത മൂലമോ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ കോൺഫിഡൻ്റ് ആയി സംസാരിക്കാനോ അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയി നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്തതിനുള്ള കാരണങ്ങൾ ഒന്ന് നമുക്ക് നമ്മുടെ അറിവില്ലായ്മ. രണ്ട്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യൂ, അല്ലെങ്കിൽ പെർഫെക്റ്റ് രീതിക്കിടെ മാത്രമേ പോകൂ എന്നുള്ള പിടിവാശികൾ. അതൊക്കെയാണ് നമ്മൾ അതിനെ മുന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ധൈര്യമായൊരു കാര്യത്തിൽ മുന്നോട്ടിറങ്ങാൻ പോകുമെങ്കിൽ അതിനുള്ള ഉറച്ച നിലപാട് നമ്മളെടുത്ത് നമ്മൾ മുന്നോട്ട് പോകാം. എന്തു വേണമെങ്കിലും സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. മറ്റുള്ളവർ അതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ കാണുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ കുറിച്ചുള്ള ഇമേജ്, അതൊന്നും നമ്മളിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങൾ മാത്രം, എനിക്ക് ഞാൻ മാത്രം ഞാൻ എന്ന ഒരു
ഘടകം ഇതിനകത്ത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും ഞാൻ വീഡിയോ പറയുന്നതിലൂടെ ഒരു കൺവേ മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ വീഡിയോയുടെ വിജയം എന്ന് ഞാൻ കരുതുന്നത്. ഓക്കെ, നമ്മുടെ കോൺഫിഡൻസ് കൂടിയുള്ള ഒരു ജീവിതയാത്ര. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കടയിൽ ചെന്നു. ആ കടയിൽ നമ്മൾ പരിചയമുള്ള ആൾക്കാരും പരിചയമില്ലാത്ത ആൾക്കാരും ലേശം ക്രൗഡഡ് പോലെയാണ് ഉള്ളത്. അവിടെ നിന്ന് നമുക്കൊരു സാധനം വാങ്ങണം. നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ തിരക്കാണ്. നമുക്ക് മുന്നേ വന്ന ആൾക്കാർ അവിടെ ഓൾറെഡി നിൽക്കുന്നുണ്ട്. നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഉദ്യമം കഴിഞ്ഞ് നമുക്ക് വേറെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഇപ്പൊ ഞാനിവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മുന്നേ വന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ആൾക്കാർ, മുന്നേ വന്ന ആൾക്കാർ, അവരെ ഒന്ന് പരിഗണിക്കണം. അങ്ങനെ പലവിധ ക്വസ്റ്റ്യൻസും നമ്മളുടെ മനസ്സിൽ കിടന്ന് അങ്ങനെ ഇങ്ങോട്ട് അലയടിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിൽ നിന്നെല്ലാം അവര് ഒരു പക്ഷേ നമുക്കറിയുന്ന ആൾക്കാരായിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് അവിടെ ചോദിക്കാം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അവിടെ നമുക്ക് കോൺഫിഡൻറ്റോടെ ചോദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നൊന്ന് സ്വയം ചിന്തിക്കുക. അതുപോലെ വേറൊരു ഉദാഹരണം, നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട്, ബസ് അതുപോലുള്ള മീഡിയകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കയറി ഇരുന്ന് ഇത് നമ്മുടെ യാത്ര തുടരുകയാണ്. യാത്ര തുടരുന്ന സമയത്ത് നമ്മളവിടെ ഒരു സാഹചര്യം, മോശമായൊരു സാഹചര്യം നമ്മളവിടെ കണ്ടു, അല്ലെങ്കിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ടു വേറൊരു വ്യക്തി മുഖാന്തരം. നമുക്കവിടെ നമ്മളത് ദൃക്സാക്ഷിയാവുകയും ചെയ്തു. പക്ഷെ നമുക്കത് പുറത്ത് പറയാനുള്ള ഒരു ധൈര്യമില്ലായ്മ. കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളിലുള്ള ആന്തരികമായ ഒരു ഭയമാണ് നമ്മളിൽ നിന്നെല്ലാം പുറകോട്ട് വലിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ അതിനെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെയൊരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം നമ്മളിലുണ്ട് എന്ന് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അതിനെ മറികടക്കാൻ നോക്കണം. നമ്മൾ ആദ്യം കുറേശ്ശെ കാര്യങ്ങളിൽ നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മളുടെ പോരായ്മകളും നമ്മളുടെ നെഗറ്റീവ് തോട്ട്സുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മളിപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മളതിന് കുറേശ്ശെ നമ്മളത് ഫേസ് ചെയ്യാനായിട്ട് നമ്മളത് പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിലും, വ്യക്തി ജീവിതത്തിലും, പ്രൊഫഷണൽ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഓക്കെ, ഇത് നമ്മളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മൾ അവിടുത്തെ ഒരു പുതിയൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. നമ്മൾ പുതിയ എംപ്ലോയി ആണ്, നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. ഓക്കെ, നമ്മളവിടെ ചെല്ലുന്നു. ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ പ്രവേശിക്കുന്നു. നമ്മളുടെ വർക്കുകൾ ചെയ്യുവാനായിട്ട് നമുക്ക് നമ്മുടെ സമയത്ത്, പുതിയ കമ്പനിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ കമ്പനിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മൾ പുതിയതായി കാണുന്ന വ്യക്തികൾ, അവരടുത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ട്. ആ സമയത്ത് നമ്മളതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ചോദിച്ചാൽ എന്തായിരിക്കും, കാരണം നമ്മൾ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾ, നമ്മൾ വേറൊരു സമയത്ത് വന്നു എന്ന് ചിന്തിച്ച് മാറിയിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയം കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് ചോദിച്ചു, നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ് അവർ ചിന്തിക്കാമെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ അതിൽ നിന്ന് മാറി നമ്മൾ തെറ്റായ വഴിയിലൂടെ പോകുകയും ചെയ്യും.
അവിടെ നമ്മുടെ ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു തരം ചിന്ത, ഈ ചിന്ത സംഭവിക്കുന്നതും ഈ കോൺഫിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു വല്ലാത്തൊരു അത് ശരിയാവും, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ അതിനുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അത് നാളെ ആകാം, അങ്ങനെ നമ്മൾ മാറ്റിവെച്ച് നമ്മൾ അതിന് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യുന്ന ടൈമും നഷ്ടവും ചെയ്യേണ്ട കാര്യങ്ങളും ഇത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കോൺഫിഡൻറ്റ് നമ്മൾക്ക് ഏത് രീതിയിൽ കൂടെ ഏത് സിറ്റുവേഷനിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ സിറ്റുവേഷനുകൾ നമ്മൾ തുടക്കത്തിൽ കുറേശ്ശെ നമ്മൾ അതിൽ ഇൻവോൾവ് ആയി, മറ്റുള്ളവരെന്ന് വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല, മറ്റുള്ളവർ വിചാരിക്കുന്നത് നമ്മൾക്കായുള്ള കാര്യമല്ല. നമുക്ക് അത് മുന്നോട്ട് ഫേസ് ചെയ്യാനായിട്ട് പറ്റണം, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ കുറേശ്ശെ ഫേസ് ചെയ്ത് നമ്മൾ അതിൽ നിന്നെല്ലാം മുക്തമായി നേടണം. കോൺഫിഡൻറ്റ് കിട്ടിയ ആൾ നമുക്ക് പെട്ടെന്ന് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. ഞാൻ മറ്റൊരു വിഷയവുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോകൾ നിങ്ങളിൽ ആദ്യം എത്തിക്കിട്ടാൻ അത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, ബൈ.